മൺട്രോത്തുരുത്ത് കണ്ടൻകാടിലേക്ക് ഒരു യാത്ര. കൊല്ലം ജില്ലയിലെ മൺട്രോത്തുരുത്ത് ലക്ഷ്യമാക്കി ഞങ്ങളുടെ വാഹനം പാമ്പാടി മീനടം റൂട്ടിൽ ഉള്ള വട്ടക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് രാവിലെ 6:30 പുറപ്പെട്ടു. എട്ടര ആയപ്പോഴേക്കും രാവിലത്തെ കാപ്പി കുടിക്കാൻ വേണ്ടി എല്ലാവരും ഹോട്ടലിലേക്ക് കയറി. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. ഏതാണ്ട് 9 ആയപ്പോഴേക്കും വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. റോഡ് സൈഡിലുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 9:30 ആയപ്പോൾ ഞങ്ങൾ ഒരു ബോർഡ് കണ്ടു, മൺട്രോത്തുരുത്ത്. അവിടെ ഞങ്ങളുടെ വാഹനം നിർത്തി ബോട്ടിൽ യാത്ര തുടർന്നു. ഒരു പ്രൈവറ്റ് ബോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ 10 പേരെ കയറ്റത്തു. ആളൊന്നിന് 300 രൂപ വേണം എന്ന് പറഞ്ഞു. 250 രൂപയ്ക്ക് ഞങ്ങൾ കച്ചവടം ഉറപ്പിച്ചു. ഒരു ബോട്ടിന് 2500 രൂപയ്ക്ക് സമ്മതിച്ചു. അല്പം ധൃതി കൂടി പോയി. ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ ബോട്ട് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ 40 പേരാണ്. അത് കാരണം പല ബോട്ടുകളിൽ പോകേണ്ടതായിട്ട് വന്നു. ചിലർ വള്ളത്തിലാണ് പോയത്. അവിടെ ബോട്ട് അപ്പോൾ സുലഭമല്ലായിരുന്നു. കല്ലടയാറ്റിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. ആറും ഇരുവശങ്ങളിലുമുള്ള മരങ്ങളും ചെടികളും എല്ലാം നയനാനന്ദകരമായ കാഴ്ചകളായിരുന്നു. കല്ലടയാറിനെ കീറി മുറിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആൾക്കാരൊക്കെ കാഴ്ച കാണാൻ വേണ്ടി ബോട്ടിൻ്റെ തലക്കിലോട്ടൊക്കെ നീങ്ങാൻ തുടങ്ങി. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നല്ല കാറ്റുണ്ട്. മറ്റുള്ളവരെയും വിളിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരാൻ തുടങ്ങി. കുട്ടികൾക്കാണ് താല്പര്യം. അവർ ഫോട്ടോയുടെയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിമ്പിലിരിക്കുന്നവരും ഫോട്ടോകളൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും രസകരമായ കാഴ്ചയാണ്. ആറിൻ്റെ ഓളങ്ങളും നല്ല കാറ്റും ഇരുവശമുള്ള മരങ്ങളും എല്ലാം നല്ല ശുദ്ധമായ വായു, ഇങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു രസകരമായ യാത്രയാണ് കല്ലടയാറ്റിലൂടെ. കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കൊരു തടസ്സമായി. എങ്കിലും ഞാൻ സൈഡ് വഴി ഒക്കെ എടുക്കുന്നുണ്ട്. മാറി നിൽക്കാൻ പറയുന്നത് ശരിയല്ലല്ലോ. കല്ലടയാറ് 2ആയി പിരിഞ്ഞ് കഴിഞ്ഞ സ്ഥലമാണ്. ഇവിടെ നേരത്തെ ഭയങ്കര ആഴക്കൂടുതലായിരുന്നു. മൺട്രോ സാഹിബ് ആഴം കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ വേറൊരു ശാഖ വെട്ടി ഉണ്ടാക്കിയതാണ്. അങ്ങനെയാണ് ഈ ആറ് 2ആയിട്ട് പിരിഞ്ഞത്. ഇതൊക്കെ ബോട്ടുകാരൻ പുറകിൽ നിന്ന് അവിടെ പഠിപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇടതുവശത്ത് ചുണ്ടൻ വെള്ളം കിടപ്പുണ്ടെന്നും 100 പേർക്ക് വിധ തുഴയാവുന്നതാണ്.
ഇതിനു പുറയിലെ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. എല്ലാ കാര്യങ്ങളും ബോട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടൽക്കാട്ടിലെത്തും എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ചു കൊണ്ട് വിട്ട ഞങ്ങളെ എടുത്ത സ്ഥലം അവിടെ തിരിച്ചു വരുമ്പോഴേക്കും 2 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിനാണ് ഈ പറഞ്ഞ റേറ്റ്. കല്ലട പാലത്തിലൂടെ ട്രെയിൻ പോകുന്നതാണ്. ഇതാണ് കല്ലട പാലം, റെയിൽവേ ട്രാക്കാണ്.
കല്ലട പാലത്തിൻ്റെ അടിയിലൂടെ നമ്മുടെ ബോട്ട് കടന്നു കഴിഞ്ഞു. ആ ഇടതുവശത്ത് കാണുന്ന ആ സ്ഥലം, അവിടെ വഴിയൊന്നുമില്ല. അവിടെയുള്ള വെള്ളം മാത്രമേ ഉള്ളൂ ആശ്രയം. വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല, അവിടെ വാഹനമൊന്നും വരത്തില്ല. ആ സ്ഥലം താന്നുകൊണ്ടിരിക്കുക എന്നാണ് ബോട്ടിലെ ആൾക്കാർ പറഞ്ഞത്. ഓരോ സമയം കഴിയുന്തോറും താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരൊന്നും പണ്ട് ഒരുപാട് ആൾക്കാർ താമസമുണ്ട്, ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ പ്രകൃതി ഇങ്ങനെയുള്ള ഒരു സംഭവം കാരണം എല്ലാവരും അവിടെ വിട്ടുപോയിരിക്കുകയാണ്. വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുകയാണ്. താന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആദായം എടുക്കാനൊക്കെ ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞു. പല സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ തേങ്ങ ഒക്കെ ഇട്ടുകൊണ്ട് പോകും. പക്ഷേ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും നല്ലൊരു തുകയാവുമെന്ന് പറയും. മൺട്രോത്തുരുത്ത് പഞ്ചായത്തിൻ്റെ ലാസ്റ്റ് വാർഡാണ് ആ ഭാഗമെന്നാണ്. അത് താന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ഇഷ്ടംപോലെ തേങ്ങയൊക്കെ ഉണ്ട്. അതൊക്കെ ഇടിയിച്ചുകൊണ്ട് പോകും. ആ സ്ഥലത്തിൻ്റെ പേര് കൂട്ടുകാരൻ പറഞ്ഞ് പെരിങ്ങാലോ എന്ന് പറയുമെന്ന് പറയും. പെരിങ്ങാലോ. ഇടതുവശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടൽ മരങ്ങളാണ്. ഈ കണ്ടൽ മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾക്ക് പിന്നെ അവിടെ ചെന്നും കാണിച്ചു തരാം. അതിന് തായ്തടിയില്ല, വേര് മാത്രമേ ഉള്ളൂ. വേരുകൾ, ധാരാളം വേരുകൾ, നല്ല വണ്ണമുള്ള വേരുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഭൂമികടിയിലേക്ക് പോകുന്നത് കാണാം.
വെള്ളത്തിലോട്ടാണ് ഇറങ്ങുന്നത്. അവിടെ വെള്ളത്തിലധികം ഉയരയില്ല, പൊക്കയില്ല. നമ്മുടെ മുട്ടും അല്ലെ ചിലപ്പം കുറച്ചുകൂടെയൊക്കെ വെള്ളം കാണാം, അത്രയേ ഉള്ളൂ. അത് കാലാവസ്ഥ അനുസരിച്ച് വെള്ളത്തിൻ്റെ ഉയരത്തിന് മാറ്റം വരും. ഇപ്പോൾ ഒരുവിധം വെള്ളം ഉണ്ട്. ഇതാ കണ്ടൽ മരത്തിൻ്റെ വേരുകൾ കണ്ടു. ഇതാ കണ്ടൽ മരം ഉണ്ട്. അവിടെയൊക്കെ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളോട്ട് സാധനങ്ങൾ മേടിക്കുന്നു. കാപ്പി കിട്ടും, തേങ്ങ കിട്ടും. ആൾക്കാരിറങ്ങി നല്ല കാറ്റും കൊണ്ട് അതിലൂടെ നടക്കാം. മുട്ട് നനയും. കുറച്ച് തുണി ഇച്ചിരി ഉയർത്തിപ്പിടിച്ചാൽ തുണി നനയാതിരിക്കും. നനഞ്ഞാലും കുഴപ്പമില്ല. ബോട്ടയിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോഴത്തേനും ഉണങ്ങിക്കോളും. സിനിക്ക് മീൻ കിട്ടിയത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതാ. അവിടെ ചൂണ്ടയിട്ട് മീൻ പിടിച്ചു. കരിമീനാ. ആൾക്കാരൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറുന്നു, പല പല ഫോട്ടോകൾ എടുക്കുന്നു, റോട്ടിൽ നിന്നും എടുക്കുന്നു. എല്ലാം കൊണ്ടും മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു യാത്രയാണ് കണ്ടൽ കാടുകളിലേക്ക്. നമ്മുടെ അല്ല. ഇവിടെ നോക്കിയേ. കാണാൻ മേല നിങ്ങളെ. ഈ അനുഭവം നിങ്ങൾ ചാമ്പ്രാണിക്കോടി ഇല്ല. ഈ അനുഭവം ഞങ്ങൾ 3/4 മണിക്കൂർ ഇവിടെ ചെലവഴിച്ചു. മടങ്ങുകയാണ്. ഓക്കെ. ഞങ്ങൾ പോയിട്ട് അവിടെ 2 മിനിറ്റ് പോലും ഇറങ്ങാൻ തിരിച്ചു വന്നവരുണ്ട്. ബോട്ടുമായിട്ട് പോകും. അതേപോലെ തിരിച്ചു വരും. எப்படி
സാരി കൊടുത്തിട്ടാണ് സാരി